റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ നമ്മൾ കേൾക്കുന്നതാണ് സലാം ബെയ്ത്ത് എന്ന് പറയുന്നത്. ആ സലാം ബെയ്ത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ഇന്ന് 3 വരികളുടെ അർത്ഥം മാത്രമാണ് പറയുന്നത്. അസ്സലാമു അലൈക സൈനൽ അംബിയാഇ, അംബിയാക്കളിൽ ഏറ്റവും മികവുള്ള നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അസ്സലാമു അലൈക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷ നബിയെ അങ്ങേക്കുണ്ടാവട്ടെ എന്ന്. സൈനൽ അംബിയാഇ എന്ന് പറഞ്ഞാൽ അംബിയാക്കളിൽ ഏറ്റവും മികവുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമരായ നബിയെ, അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ. നബിമാരിൽ ഏറ്റവും ഉന്നതരായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. അപ്പോൾ ആ നബിയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്നതാണ്. ഇനി അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാഇ, ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്ന അഥവാ ഏറ്റവും തഖ്വയുള്ള നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കുകയും അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്ത ആൾക്കാണെന്ന് പറയാം. സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച, അള്ളാഹുവിനെ പരിപൂർണമായിട്ട് അനുസരിക്കുന്ന ആൾക്കാണെന്ന് പറയാ. അങ്ങനെ ജീവിക്കുന്നതിന് എന്ത് പറയാ? തഖ്വ എന്ന് പറയാം. അപ്പോൾ തഖ്വയുള്ളവരിൽ ഏറ്റവും തഖ്വയുള്ള നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന്. അപ്പോൾ തഖ്വ വേണം എന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ തഖ്വയുള്ളവരിൽ ഏറ്റവും തഖ്വയുള്ള ആരാണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ അംഗീകരിക്കുകയും അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞതൊക്കെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആരാണ്? ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന ആരാണ്? അത് 1-ാം നമ്പർ ആരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ ആ നബിയിൽ സൂക്ഷ്മത പുലർത്തുന്നവരിൽ, തഖ്വയോടുകൂടി ജീവിക്കുന്നവരിൽ ഏറ്റവും തഖ്വയുള്ള നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന്. ഇനി അസ്സലാമു അലൈക അസ്ഫൽ അസ്ഫിയാഇ, ആരാധന ചെയ്യുന്നതിൽ അങ്ങേയറ്റം ഇഖ്ലാസ് പുലർത്തുന്ന നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അസ്സലാമു അലൈക നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അസ്ഫൽ അസ്ഫിയാഇ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന നബി, അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇബാദത്ത് ചെയ്യുന്നത്. അപ്പം അത് 100% സ്വീകരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്ത്. ഇഖ്ലാസോടുകൂടെയുള്ളതാണ്. 100% ഇഖ്ലാസോടുകൂടെയാണ് നബി തങ്ങൾ എല്ലാ കാര്യം ചെയ്യുന്നത്. അങ്ങനത്തെ നബിയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. ഇതൊക്കെ നബി തങ്ങളെ മദ്ഹാണ് നമ്മൾ പറയുന്നത്, നബി തങ്ങളെ പുകഴ്ത്താണ്. അതാണല്ലോ റബീഉൽ അവ്വൽ നമ്മൾ ചെയ്യുന്നത്. മൗലിദിലൂടെയൊക്കെ നബി തങ്ങളെ മഹത്വമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അതാണ് റബീഉൽ അവ്വൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണത്. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ദിവസവും റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ നമ്മൾ കേൾക്കുന്നതാണിത്. ഈ സലാം ബെയ്ത്ത് നമ്മൾ ചെല്ലുകയും ചെയ്യല്ലോ. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ സലാം ബെയ്ത്ത് ചെല്ലുകയും ചെയ്യും പൂർണ്ണമായിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി അസ്സലാമു അലൈക അസ്കൽ അസ്കിയാഇ, ജനങ്ങളെ സംസ്കരിക്കുന്നതിൽ അഥവാ നന്നാക്കിയെടുക്കുന്നതിൽ ഏറ്റവും നന്നാക്കിയെടുക്കുന്ന നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അഥവാ നബിതങ്ങളെ അള്ളാഹു അയച്ചത് എന്തിനാ? ഇവിടെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾക്ക് മാതൃകയായി ജീവിച്ച് ജനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസികളാക്കാൻ വേണ്ടിയാണല്ലോ അള്ളാഹു താല ഇങ്ങോട്ട് അയച്ചത്. അപ്പം ജനങ്ങളെ നന്നാക്കുന്നതിൽ 1-ാം നമ്പർ ആരാണ്?
ഏറ്റവും നല്ല ആളാരാണ്? ജനങ്ങളെ നന്നാക്കിയത് നല്ല ഫലം ഉണ്ടാവുന്ന നന്നാക്കിയ ആളാരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാ പറഞ്ഞത്, ഏറ്റവും നന്നായി സംസ്കരിക്കുന്ന നബിയെ, നന്നാക്കിയെടുക്കുന്ന നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ. ഇനി അസ്സലാമു അലൈക മിർ റബ്ബിസ്സമായി, ആകാശത്തിൻ്റെ അള്ളാഹു, അല്ലേ? ആകാശം സൃഷ്ടിച്ച അള്ളാഹു, ആ അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ നബിയെ അങ്ങേക്കുണ്ടാവട്ടെ. ആകാശം എന്ന മഹാ അത്ഭുതം സൃഷ്ടിച്ച ആ അള്ളാഹുവിൻ്റെ, ആ രക്ഷിതാവിൻ്റെ, ആ അള്ളാഹുവിൻ്റെ രക്ഷ നബിയെ അങ്ങേക്കുണ്ടാവട്ടെ. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആകാശം പടച്ച റബ്ബ്, ആ റബ്ബിൻ്റെ രക്ഷ ആർക്കുണ്ടാവട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാവട്ടെ. ഇനി അസ്സലാമു അലൈക ദാമ ബിലൻഖിളാഇ, അത് എങ്ങനെ? എക്കാലത്തും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അത് മുറിയാതെ ആ അള്ളാഹുവിൻ്റെ രക്ഷ മുറിയാതെ നിത്യമായിട്ട് എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. അതിങ്ങനെ എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നാണ് ആ ബെയ്ത്തിലൂടെ പറയുന്നത്. അപ്പോൾ സലാം ബെയ്ത്തിൻ്റെ 3 വരികളുടെ അർത്ഥമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് മനസ്സിരുത്തി നമ്മൾ കേട്ടാൽ നമ്മൾ ഈ ബെയ്ത്ത് ചൊല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുകയും എന്താണിത് പറയുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അർത്ഥം അറിഞ്ഞു ചെല്ലുമ്പോൾ അത് വലിയ ആത്മീയത വർദ്ധിക്കാൻ കാരണമാണല്ലോ. അപ്പോൾ എല്ലാവരും മനസ്സിലാവാത്തവരൊന്നും കൂടി കേൾക്കുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇത് മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ബാക്കിയും ഞാൻ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറയാം. കുറച്ച് പറയുന്നത് നല്ലത്, അതുകൊണ്ടാണ് കുറച്ച് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗലോകത്ത് കുടുംബസമേതം നമുക്കും നമ്മളെ കുടുംബത്തിനും ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.